ബിഗ് ബോസ് ഹോട്ടൽ എന്ന് പറഞ്ഞ ആ ഒരു ടാസ്കിന് ശേഷം വീണ്ടും കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു ലൈവും എപ്പിസോഡും ഒക്കെ ഇന്നലത്തെ തന്നെയായിരുന്നു. കഴിഞ്ഞൊരു 3-4 ദിവസങ്ങളായിട്ട് കുറച്ച് ഡ്രൈ ആയിട്ടായിരുന്നു ബിഗ് ബോസിന്റെ ഗെയിം പൊക്കോണ്ടിരുന്നത്. കാരണം അതിൽ ബിഗ് ബോസ് ഗെയിം കളിക്കാനായിട്ടുള്ള ഒരു സ്കോപ്പ് അവിടെയുള്ള മത്സരാർത്ഥികൾക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് അതിന്റെ റീസൺ. ഇന്നലത്തെ എപ്പിസോഡ് കുറച്ച് സ്പെഷ്യൽ ആയിരുന്നു. കാരണം സായി കുറച്ച് നാളായിട്ട് വെയിറ്റ് ചെയ്തിരുന്ന, സോഷ്യൽ മീഡിയകളിൽ ചർച്ച ചെയ്യപ്പെട്ട സായിയും അച്ഛനും തമ്മിലുള്ള പ്രശ്നം എന്തായിരിക്കും എന്ന തരത്തിൽ ചർച്ചകൾ പോയിക്കൊണ്ടിരുന്ന കാര്യത്തിന് ഒരു ശമനം വന്നിരുന്നത് ഇന്നലത്തെ എപ്പിസോഡോട് കൂടിയായിരുന്നു. അതോടൊപ്പം സായിയുടെ മാത്രമല്ല അപ്സരയുടെ ഫാമിലിയും വന്നിട്ടുണ്ടായിരുന്നു. കുറച്ചധികം പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുന്ന ഒരു എപ്പിസോഡ് തന്നെയായിരുന്നു. പക്ഷെ ഇന്നലത്തെ ലൈവ് മുഴുവനായിട്ടിരുന്ന് കണ്ടതിന് ഒരു റീസൺ ഉണ്ടായിരുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ലൈവ് കാണാനായിട്ട് അത്ര ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം എപ്പിസോഡിൽ എന്താണോ ഉള്ളത് അതായിരുന്നു ആ ബിഗ് ബോസ് ഹൗസിൽ നടന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇന്നലത്തെ ലൈവ് കാണാനായിട്ട് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളുണ്ടായിരുന്നു. അതായത് വ്യാഴാഴ്ച മുതൽ സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം കത്തി നിൽക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് ജാസ്മിൻ അപ്സരയെ തല്ലി, അല്ലെങ്കിൽ ആ ഒരു ഫിസിക്കൽ അസോൾട്ട് അവിടെ സംഭവിച്ചു. ജാസ്മിനും അപ്സരയും തമ്മിൽ ഒരു വാഗ്വാദം ഉണ്ടാകുന്നു. അതിനെ തുടർന്ന് അതൊരു ശാരീരികമായ ഒരു ആക്രമണത്തിലേക്ക് മുതിരുന്നു. ജാസ്മിനെ വീട്ടിൽ നിന്ന് പുറത്താക്കുമോ ഇല്ലയോ, അതോ ഇനി ബിഗ് ബോസിന് ജാസ്മിനോട് ഒരു ഫേവറിസം ഉള്ളത് കൊണ്ട് ജാസ്മിനെ അതിൽ വെള്ള പൂശാനായിട്ട് ശ്രമിക്കുമോ എന്നൊക്കെ തരത്തിലുള്ള ചർച്ചകളായിരുന്നു സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരുന്നത്. അപ്പൊ ആ ഒരു കാര്യങ്ങൾ ഇന്നലത്തെ ലൈവ് കണ്ടാൽ മനസ്സിലാകും. അപ്പൊ ശരിക്കും അങ്ങനെ സംഭവിച്ചോ എന്നതറിയാൻ വേണ്ടി രാവിലെ മുതൽ ഇങ്ങനെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തന്നെയായിരുന്നു ലൈവ് കണ്ടുകൊണ്ടിരുന്നത്. അപ്പൊ ആ ഒരു ലൈവ് കണ്ടുകൊണ്ടിരുന്ന സമയത്താണ് പല കാര്യങ്ങളും തിരിച്ചറിയപ്പെടുന്നത്. അപ്പൊ ഇന്നലെ സായിയുടെ ഏറ്റവും അധികമായിട്ട് അതിൽ വന്ന കണ്ടന്റ് എന്ന് പറയുന്നത് സായി ഒരു മനുഷ്യനായി മാറി എന്നുള്ളതിനെ കൺഫസ് ചെയ്യുകയാണ്. വീണ്ടും വീണ്ടും റിപ്പീറ്റഡ്ലി സായി അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എനിക്കിപ്പോൾ ഈ ബിഗ് ബോസിന്റെ കപ്പ് ലഭിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, എനിക്ക് ലഭിച്ച ഒരു അംഗീകാരമുണ്ട്, അല്ലെങ്കിൽ എനിക്ക് എന്നെ തിരിച്ചറിയാൻ പറ്റി, ഞാൻ പഴയ ആ ഒരു കണ്ണനായിട്ട് എനിക്ക് വരാൻ പറ്റി എന്ന് പറഞ്ഞുകൊണ്ടുള്ള സായിയുടെ ഒരു കൺഫസ് ചെയ്യുന്ന ഒരു മൊമെന്റ്സ്, അത് ഭയങ്കര പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുന്ന ഒരു കാര്യം തന്നെയായിരുന്നു എപ്പിസോഡിൽ. അതുപോലെ അപ്സരയുടെ വീട്ടിൽ നിന്നാണെങ്കിലും വന്നതും അവരുടെ ആ ഒരു ഫാമിലി മൊമെന്റ്സും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റി. അവിടെ വരുന്ന എല്ലാവരുടെയും പേരൻസ് മറ്റുള്ളവരൊക്കെ നല്ല രീതിയിൽ കളിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് എല്ലാവർക്കും നല്ല രീതിയിലുള്ള സ്നേഹങ്ങളൊക്കെ വാരിക്കോരി നൽകിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഇന്നലത്തെ എപ്പിസോഡിലും അത്തരത്തിലുള്ള ഫാമിലിയുടേതായ ക്യൂട്ട് മൊമെന്റ്സും ഉണ്ടായിരുന്നു. അതോടൊപ്പം സായിയുടെ ഈ ഒരു മൊമെന്റുകളൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും സോഷ്യൽ മീഡിയയിൽ കത്തിക്കൊണ്ടിരുന്ന ആ ഒരു കണ്ടന്റ് അതിന്റെ ഒരു ഫിസിക്കൽ അസോൾട്ടിലേക്കൊന്നും പോയില്ലെങ്കിലും ജാസ്മിനും അപ്സരയും തമ്മിൽ ഒരു വാഗ്വാദം ഉണ്ടാവുന്നുണ്ടായിരുന്നു. അതൊരു കോമൺ ടോക്ക് തന്നെയായിരുന്നു. ഒരു കാര്യത്തെ പറ്റി സംസാരിച്ച് വരുമ്പോഴുണ്ടാകുന്ന ടോൺ ഒന്ന് മാറി വരുന്നതും വോയിസ് റേസ് ആവുന്നതും അങ്ങനെ തരത്തിലുള്ള ജസ്റ്റ് ഒരു ആർഗ്യുമെന്റ് തരുന്നതായിരുന്നു. നോർമലി ആ വീട്ടിൽ സംഭവിക്കാറുള്ള ആർഗ്യുമെന്റിനെ വെച്ച് നോക്കുമ്പോൾ അത്തരത്തിൽ പോലും അതിൻ്റെ ഉള്ളിൽ സംഭവിച്ചിട്ടില്ല. പക്ഷേ സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ടിരുന്നതെന്ന് വെച്ചാൽ ജാസ്മിനെ ഔട്ട് ആക്കി എന്നും എന്തുകൊണ്ട് ഔട്ട് ആക്കുന്നില്ല എന്നുള്ള തരത്തിലുള്ള ചർച്ചകളായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഇത് ബിഗ് ബോസ് മലയാളം സീസൺ 6 എപ്പിസോഡ് 69 ആയിരുന്നു ഇന്നലെ. 68 ദിവസമായി ബിഗ് ബോസ് തുടങ്ങിയിട്ട് ഇപ്പോൾ മത്സരാർത്ഥികൾ 13 പേരാണ് ആ വീട്ടിലുള്ളത്. ടിക്കറ്റ് ടു ഫിനാലെ എന്ന് പറയുന്ന ഒരു ഇതിലേക്ക് വേണ്ടിയിട്ട്, അച്ചീവ്മെന്റിന് വേണ്ടിയിട്ടുള്ള ബോണസ് പോയിന്റുകൾ കളക്ട് ചെയ്യുന്ന ഗെയിമുകളാണ് ഇപ്പോഴാ ബിഗ് ബോസ് ഹൗസിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇന്നലത്തെ എപ്പിസോഡിൽ തന്നെ ആദ്യം തന്നെ ഉണ്ടായിരുന്ന ഒരു ഗെയിം തന്നെയായിരുന്നു മുട്ടത്തളിക എന്ന് പറഞ്ഞിട്ടൊരു ഗെയിമാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. കുറച്ചധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഗെയിം ആയിരുന്നു. ഒരേ സമയം നമ്മുടെ മൈൻഡും ബോഡിയും ഒരേ സമയം പ്രവർത്തിച്ചു കൊണ്ടിട്ട് മുമ്പോട്ട് പോകുന്നവർക്ക് മാത്രമേ അതിൽ വിൻ ചെയ്യാൻ പറ്റുണ്ടായിരുന്നുള്ളൂ. എന്തായാലും ആ ഒരു ടാസ്കിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്ത് അപ്സര നല്ല രീതിയിൽ അതിൽ പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് ആളുകൾക്ക് അത് ബാലൻസ് ചെയ്ത് നിർത്താനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എന്താണെങ്കിലും രണ്ട് ടീമുകൾ ഒരേ സമയം അതിൽ വിജയിച്ചു കൊണ്ടിട്ട് ബോണസ് പോയിന്റ് കരസ്ഥമാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അപ്സരയുടെയും ജാസ്മിന്റെ ആ ഒരു ഇഷ്യൂ നടന്നത് അപ്പം ആ ഒരു ഗെയിമിന് മുമ്പായിരുന്നു. ഇവർ തമ്മിൽ ഒരു മഴയൊക്കെ കണ്ട് ഇങ്ങനെ നോർമലി സംസാരിച്ച് നല്ല രീതിയിൽ പാട്ടുകളൊക്കെ പാടി ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ അവിടെ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്നൊരു ടോപ്പിക് അതിലേക്ക് വരികയും അപ്സര ആ വീട്ടില് ബാക്കിയുള്ളവരാരും എന്ത് വിഷയം വന്നാലും സപ്പോർട്ട് ചെയ്യാറില്ല, ഒറ്റയ്ക്കാണ് നിൽക്കാറുള്ളത്, ഇതുവരെ ഈ ഇത്ര 69 ദിവസമായിട്ട് ആരും സപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ള തരത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് അപ്സരയുടെ ഭാഗത്ത് നിന്ന് വരികയും അതിനെ എതിർത്ത് ജാസ്മിൻ സംസാരിക്കുകയും പിന്നീട് അങ്ങോട്ടും ഇങ്ങോട്ടും ആർഗ്യുമെന്റ്സ് വരികയും പിന്നെ മാനിപ്പുലേറ്റ് ചെയ്യപ്പെടുകയും ഒക്കെ ചെയ്യുന്ന ഒരു സംഭവമായിരുന്നു, ഇഷ്യൂ ആയിരുന്നു അത്. അതിനുശേഷം പിന്നെ ലൈവില് കാണാൻ പറ്റിയ ഒരു സംഭവം എന്ന് വെച്ചാൽ അപ്സരയും ജാസ്മിനും ജസ്റ്റ് തമാശ പറഞ്ഞ് ചിരിച്ചു കളിച്ചു
കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ജാസ്മിന്റെ കവളത്ത് അപ്സര ഒന്ന് ഇങ്ങനെ ഒരു അടി കൊടുക്കുന്നുണ്ട്. അത് അവർ തമ്മിൽ തമാശയുടെ രീതിയിൽ തന്നെ ജാസ്മിൻ അത് ചിരിച്ചുകൊണ്ടിട്ട് തന്നെ സ്വീകരിക്കുന്നുമുണ്ട്. ആ ഒരു വിഷയമായിരിക്കാം ഇനി ഫിസിക്കൽ അസോൾട്ട് എന്നുള്ള രീതിയിൽ ജാസ്മിൻ അപ്സരയെ ഉപദ്രവിച്ച് പുറത്തായി എന്നൊക്കെയുള്ള രീതിയിൽ സോഷ്യൽ മീഡിയയിൽ കത്തിച്ചിട്ടുണ്ടായിരുന്നത്. എന്താണെങ്കിലും ആ ഒരു അപ്സരയുടെയും ജാസ്മിന്റെയും ഗെയിമിന് മുമ്പുണ്ടായിരുന്ന ഈ ഒരു ഇഷ്യൂ ഒരു ഗെയിമിലേക്കും വരുന്നുണ്ടായിരുന്നു. ഇഷ്യൂടെ ബാക്കി പലതും ആ ഒരു ഗെയിമിൽ നടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ആ ഗെയിമിനെ സംബന്ധിച്ച് ഏത് ടീം ഗെയിം കളിക്കണം എന്നുള്ളത് ഭയങ്കരമായിട്ടുള്ള ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. അത് ഫിഗർ ഔട്ട് ചെയ്യുക എന്നുള്ളത് ഭയങ്കര കഷ്ടപ്പാട് തന്നെയായിരുന്നു. കാരണം ഓരോ ടീമിന്റെയും 4 ക്യാപ്റ്റന്മാർ വീതം സംസാരിച്ച് ഇന്ന ടീം പോകണം. കാരണം ആദ്യം പോകുന്ന 2-3 ടീമുകൾക്ക് സെറ്റ് ചെയ്ത് വെക്കുന്ന അവരുടെ ഗോൾ എന്താണോ ആ ഒരു ഗോളിനെ മറികടക്കാൻ പറ്റിയാൽ പിന്നീടുള്ള ടീം ജയിക്കും എന്നുള്ളതാണ് അവിടെ ഒരു സ്ട്രാറ്റജി അവർ കണ്ടുവച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ആരാദ്യം പോകണം എന്നുള്ളതായിരുന്നു അവിടുത്തെ മെയിൻ തർക്കമായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഈ ഒരു തർക്കത്തിലും ഈ ജാസ്മിന്റെ അപ്സരയുടെ ഒരു ഇഷ്യൂ അവിടെ കയറി വരുന്നുണ്ടായിരുന്നു. അതിന്റെ ഇടയ്ക്ക് നോറയുടെയും റസ്മിന്റെയും ഈ ഒരു ആര് പോകണം എന്നുള്ളതിനെ പറ്റി ചൊല്ലി വരുമ്പം നോറ ജാസ്മിന്റെ ഡിസിഷനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് സംസാരിച്ചു എന്നുള്ള തരത്തിൽ റസ്മിൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നോറ കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള ചെറിയ പൊട്ടിത്തെറികളാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. പക്ഷെ ബാക്കിയെല്ലാം പോസിറ്റീവ് ആയിട്ട് തന്നെ ഉണ്ടായിരുന്ന ഒരു എപ്പിസോഡ് തന്നെയായിരുന്നു. അപ്പൊ ഈ ഒരു ഏത് ടീം ഗെയിം കളിക്കണം എന്നുള്ളതിൽ കറക്റ്റ് ആയിട്ടുള്ള ഒരു ബിഗ് ബോസ് ഗെയിം അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അത് ഇംപ്ലിമെന്റ് ചെയ്യാനും പറ്റിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അപ്സരയുടെ ഫാമിലി വരുന്നു. അപ്സരയുടെ ഫാമിലി വരുമ്പം അമ്മ മെയിൻ ഡോർ വഴിയാണ് വരുന്നത്. പക്ഷെ അപ്സരയുടെ ഹസ്ബൻഡ് വന്നത് ഒരു അഡ്വഞ്ചറസ് ടൈപ്പിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. പ്രൊമോയിലൊക്കെ ഒരുപാട് ആളുകൾ സംസാരിക്കുന്നത് ആരായിരിക്കും എന്ന് പറഞ്ഞ് ആ പ്രൊമോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത് അപ്സരയുടെ ഹസ്ബൻഡ് തന്നെയായിരുന്നു. അങ്ങനെ ഒരാൾ അപ്സരയുടെ ഹസ്ബൻഡ് ഓൾറെഡി ഒരു എന്റർടൈനർ ആണ്. സോഷ്യൽ മീഡിയകളിലും അല്ലാതെ ചാനൽ വഴിയൊക്കെ എന്റർടൈൻമെന്റ് പ്രോഗ്രാംസ് പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ തന്നെയാണ് അപ്സരയുടെ ഹസ്ബൻഡ്. അപ്പൊ അദ്ദേഹം അത്തരത്തിലുള്ള ഒരു എന്റർടൈൻമെന്റ് ആക്ട് ആണ് അവിടെ കൊടുത്ത് വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നത്. വന്നതിന് ശേഷമാണെങ്കിൽ പോലും വീട്ടിലുള്ളവരോടൊക്കെ സംസാരിക്കുന്നതും ആ ഒരു എന്റർടൈൻമെന്റ് എന്നുള്ള രീതിയിൽ സ്പ്രെഡ് ചെയ്തുകൊണ്ട് തന്നെയാണ് നല്ല അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഇന്നലത്തെ എപ്പിസോഡ് പോസിറ്റീവ് ആയിരുന്നു എന്ന് പറഞ്ഞത്. അതിനുശേഷം സായിയുടെ വൈഫ് വരുന്നുണ്ടായിരുന്നു. കുറച്ച് നല്ല സ്നേഹപ്രകടനങ്ങളൊക്കെ കാണാൻ പറ്റിയ കുറച്ച് റൊമാൻറ്റിക് ആയിട്ടുള്ള കുറച്ച് വിഷ്വൽസ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്ന സായിയുടെ അവരുടേതായ ഒരു ചെറുപ്പക്കാരായതുകൊണ്ട് തന്നെ ഭാര്യ ഭർത്താവ് എന്നുള്ളതിനപ്പുറമുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ഒക്കെ അവരുടെ ആ ഒരു ബന്ധങ്ങളിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് പ്രൊജക്റ്റ് ചെയ്ത് കാണാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നു. എന്തായാലും സായിയും വൈഫും വന്നതിന് ശേഷം സായി ആ ഒരു അച്ഛന്റെ കാര്യത്തിൽ സായിക്ക് കുറച്ച് ദിവസമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു ട്രോളൊക്കെ ഉണ്ടല്ലോ, എന്താ അച്ഛൻ വന്ന പ്രശ്നമാകും എന്ന് പറഞ്ഞിട്ട്. അപ്പൊ വൈഫ് പറഞ്ഞു കൊടുക്കുകയാണ് അത്തരത്തിലുള്ള ഒരു പ്രശ്നങ്ങളും ഇല്ല അച്ഛന്, നിങ്ങൾ തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുന്നതിന്റെ പുറത്തുള്ള കുറച്ച് ഇഷ്യൂസ് ആണ്, അങ്ങനെ ഒന്നുമില്ല, അച്ഛനുമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് സായിനെ മാക്സിമം സപ്പോർട്ട് ചെയ്ത് കൊടുക്കാനൊക്കെ ആയിട്ട് ശ്രമിക്കുന്നുണ്ട്. ഈ ഒരു സമയത്തും സായി പലതിലും ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. സായി പലതിനെ പറ്റിയും ചോദിക്കുകയും വീട്ടിലെ കാര്യങ്ങളൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്യുമ്പം സായിയുടെ ഒരു ഡോഗ് മരിച്ചുപോയി എന്നുള്ള കാര്യം സായിയുടെ വൈഫ് പറയുകയും അപ്പൊ ആ ഒരു സമയത്ത് സായി ഭയങ്കരമായിട്ട് കുറച്ച് ഡിസ്റ്റർബ്ഡ് ആവുകയും കുറച്ച് കരയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് നേരത്തേക്ക് സായി ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. ഫാമിലി വന്നതിന്റെ എക്സൈറ്റ്മെന്റിന് അപ്പുറം ഈ ഒരു വിഷയം അവിടെ മുമ്പിൽ വന്ന് നിന്നപ്പം സായിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് പോകുന്നുണ്ടായിരുന്നു. അപ്പം എല്ലാവരും എന്ത് പറ്റും, ഇനിയിപ്പം സായിയുടെ ഗെയിം ഡൗൺ ആകും എന്നുള്ള തരത്തിൽ ബിഗ് ബോസ് പോലും പേടിച്ചു പോയിട്ടുണ്ടാവാം. അത്തരത്തിലുള്ള കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അവരെല്ലാവരും ഭയങ്കര ഒരുമിച്ചിരുന്ന് കുറെ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയും കുറെ ചർച്ചകൾ വരികയും അതിനുശേഷം കുറച്ച് പാട്ടൊക്കെ പാടി നല്ല രീതിയിൽ എൻജോയ് ചെയ്തു പോകുന്ന ഒരു എപ്പിസോഡ് തന്നെയായിരുന്നു. അതിനുശേഷം സായിയുടെ അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു. ബിഗ് ബോസ് ഹൗസിലേക്ക് ഡയറക്റ്റ് ആയിട്ട് വന്നില്ലെങ്കിൽ പോലും പ്ലാസ്മ TV വഴി അദ്ദേഹം സംസാരിക്കുകയുണ്ടായി. സായിയും അച്ഛനും തമ്മിൽ നല്ലൊരു കോൺവെർസേഷൻ ഉണ്ടാവുകയുണ്ടായി. ഇനിയിപ്പോ കുറച്ചും കൂടെ വീട്ടിൽ നിന്ന് പുറത്തു പോയതിനു ശേഷം സായിക്ക് കുറച്ചും കൂടെ ഈസി ആയിരിക്കും. പൊതുവെ ബോയ്സിന് അച്ഛന്മാരോട് സംസാരിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടൊക്കെ തന്നെ ആയിരിക്കും. അത്തരത്തിലുള്ള ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്ന ഒരു പ്രായം കഴിഞ്ഞ് കഴിയുമ്പോൾ ബോയ്സ് കീപ്പ് ചെയ്യുന്ന ഒരു ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, ആ ഒരു ഡിസ്റ്റൻസിന്റെ പുറത്തുണ്ടാവുന്ന കുറച്ച് ഇഷ്യൂസ് ഒക്കെ തന്നെയായിരുന്നു സായിയും അച്ഛനും തമ്മിലുള്ളത് എന്നുള്ളത് ഇന്നലെ അവരുടെ ആ ഒരു കോൺവെർസേഷൻ കേട്ട സമയത്ത് മനസ്സിലാവുന്നുണ്ടായിരുന്നു. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചപ്പം അച്ഛൻ പറയുന്നുണ്ട്, നിനക്ക് സപ്പോർട്ട് എന്നുള്ള രീതിയിൽ പുറത്ത് ഞാനുണ്ട്, ഒന്നുകൊണ്ടും പേടിക്കണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം ഒരു സ്പോൺസർ ടാസ്ക് ഒക്കെ ആയിരുന്നു. ഇത്തരത്തിലുള്ള കുറച്ച് നല്ല പോസിറ്റീവ് ആയിട്ടുള്ള കുറച്ച് ക്യൂട്ട് മൊമെന്റ്സ് ഒക്കെ തന്നുകൊണ്ടിട്ടുള്ള നല്ലൊരു എപ്പിസോഡ് തന്നെയായിരുന്നു ഇന്നലത്തേത്.